വേദവ്യാസൻ. ഒരു ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു പേരാണ് വ്യാസൻ എന്ന് പറയുന്നത്. ആരാണ് അദ്ദേഹം? വേദങ്ങൾ എഴുതിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ഒരു പ്രകടനമാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഹിന്ദു പുരാണങ്ങളുടെ എല്ലാം ആത്മാവായിട്ട് നിലകൊള്ളുന്ന വേദങ്ങൾക്കുള്ളിലെ അറിവും ധർമ്മവും നീതിയും എല്ലാം സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ കരങ്ങളാണ്. അത് താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതിയതാണ്. അപ്പം അത്രമാത്രം ഇന്ത്യൻ ചരിത്രവുമായി ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മഹാപ്രതിഭയാണ് വേദവ്യാസൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്തെ രാജാവായിരുന്നു ശാന്തനു മഹാരാജാവ്. അപ്പം ഒരു ദിവസം കൊട്ടാരത്തിൽ ശാന്തനു മഹാരാജാവ് ഈ എഴുതി കൂട്ടിയേക്കുന്ന വേദഗ്രന്ഥങ്ങളുടെ അറിവും കഴിവും എല്ലാം എടുത്തു വെച്ചു. എന്നിട്ട് വേദവ്യാസനെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ അറിവും കഴിവും ഈ ആത്മീയതയും ഉറങ്ങിക്കിടക്കുന്ന ഈ താളിയോല ഗ്രന്ഥങ്ങളോട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അറിവ് ഈ ലോകത്തുണ്ടോ? എന്തെങ്കിലും ഒരു കഴിവ് ഈ ലോകത്തുണ്ടോ? ഇതിന് സമമായിട്ട് എന്തുണ്ട് ഈ ലോകത്ത്? ഉടനെ വേദവ്യാസൻ തൻ്റെ ആത്മീയ നിറവിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ വളരെ പ്രത്യേകതയുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തെ ഏറ്റവും ദുർബലനായ, ഏറ്റവും ദരിദ്രനായ ഒരു വ്യക്തിയുടെ കുഞ്ഞിനെ കൊണ്ടുവരിക. ഉടനെ ഭടന്മാർ കൊണ്ടുവന്നു. അദ്ദേഹം ഈ കുഞ്ഞിനെ എടുത്ത് ഈ ത്രാസിൻ്റെ തൊട്ടപ്പുറത്തിരുത്തിയപ്പം എല്ലാ വേദഗ്രന്ഥങ്ങളെയും ഉയർത്തിക്കൊണ്ട് ഈ കുഞ്ഞ് താന്നു. അപ്പം കൊട്ടാരത്തിലുള്ളവരെല്ലാം സ്തംഭിച്ചു പോയി. ഒരു കുഞ്ഞിനെയാണോ ഇത്രമാത്രം അറിവിൻ്റെ സമ്പത്തുള്ള ഈ താളിയോല ഗ്രന്ഥങ്ങളോടും ഈ അറിവിനോടുമൊക്കെ ഉപമിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, രാജാവെ, എഴുതിക്കൂട്ടിയ എല്ലാ ഗ്രന്ഥങ്ങളും, ഇനി വരാനിരിക്കുന്ന ഗ്രന്ഥങ്ങളും, ലോകത്തിന് മുഴുവൻ എഴുതാൻ പറ്റുന്ന എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും ആരുടെ സൃഷ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യ മനസ്സിൻ്റെ തന്നെ സൃഷ്ടിയാണ്. കാരണം മനുഷ്യനുണ്ടാക്കിയതാണ്. ഏത് ഗ്രന്ഥമെടുത്തോ, ഏത് പുസ്തകമെടുത്തോ, ഏത് ആത്മീയ നിറവിൽ നിന്നെടുത്ത പുസ്തകമാണെങ്കിലും ശരി, അതെല്ലാം ഉണ്ടാക്കിയത് ആരായിരിക്കും? അത് മനുഷ്യനോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ നിർമ്മിത ബുദ്ധിയോ ഉണ്ടാക്കിയിരിക്കുന്ന. പക്ഷേ ഈ കുഞ്ഞിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ആരാ? ഈ കുഞ്ഞിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ്റെ സൃഷ്ടിയും മനുഷ്യ സൃഷ്ടിയും ദൈവ സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ സൃഷ്ടി? എന്താണ് മനുഷ്യൻ്റെ സൃഷ്ടി? ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പ്രത്യേകത അതിൻ്റെ ഉള്ളിൽ ജീവൻ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. നമ്മളൊരു മരത്തിൻ്റെ കമ്പ് വെട്ടി മാറ്റി വെച്ചേ, അത് വീണ്ടും കിളുക്കും. എന്തുകൊണ്ടാണ് കിളുക്കുന്നത്? അതിൻ്റെ ഉള്ളിൽ ജീവൻ ഉണ്ടായിരുന്നു. നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലോ കാണാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ ആ കമ്പിലൂടെ വീണ്ടും പുറത്തു വരും. എന്താണ് അതിന് കാരണം? അതിൻ്റെ കാരണമാണ് അത് ഈശ്വരൻ നിർമ്മിച്ചതാണ്. ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലെ ജീവനെയും അതിൻ്റെ ജീവനെ നിലനിർത്തുന്ന ഏതെങ്കിലും ഒരു ഘടകത്തെയോ മാറ്റാൻ ഒരു മനുഷ്യനും പറ്റത്തില്ല. കാരണം എന്താ? അത് മഹാസൃഷ്ടാവിൻ്റെ, പ്രപഞ്ചം നിയന്ത്രിക്കുന്ന, സകല ഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്ന, ലോകം ഭരിക്കുന്ന മഹാപ്രതിഭയുടെ അറിവിൻ്റെ പൊരുളാണ്. അതിനോട് തുലനം ചെയ്യാൻ ഒന്നിനും പറ്റത്തില്ല. ഒരു അണ്ണാൻ കുഞ്ഞിൻ്റെ ജീവിതത്തിലിരിക്കുന്ന വൈവിധ്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. അത് പ്രപഞ്ച സൃഷ്ടാവിന് മാത്രം പറ്റുന്നതാണ്. അതാണ് ഇവിടെ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വൈവിധ്യമുണ്ട്. നമ്മൾ എഴുതിക്കൂട്ടിയേക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളും നമ്മുടെ അറിവും കഴിവും എല്ലാം മനുഷ്യ സൃഷ്ടിയാണ്. മനുഷ്യ സൃഷ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകത എന്താ? അതിന് ജീവൻ ഉണ്ടായിരിക്കത്തില്ല. നമ്മളുണ്ടാക്കിയേക്കുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയലിന് ജീവനുണ്ടോ? നമ്മളുണ്ടാക്കിയേക്കുന്ന ടെലിവിഷൻ വളരുമോ എവിടെയെങ്കിലും വെച്ചാൽ? നമ്മളുണ്ടാക്കിയേക്കുന്ന പുസ്തക കൂട്ടങ്ങൾ എവിടെയെങ്കിലും വളരുമോ? ഒന്നും വളരത്തില്ല. കാരണം എന്താ? അതിന് ജീവനില്ല. എന്നാൽ ഒരു മരത്തിൻ്റെ ഒരു കമ്പ്, അതിൻ്റെ ഒരു വിത്തെടുത്തിട്ടേ അത് വളരും. വളരുന്നതിൻ്റെ കാരണം എന്താ? അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. ഈ ജീവൻ സൃഷ്ടിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ദൈവം സൃഷ്ടിച്ച എല്ലാ ചരാചരങ്ങളിലും ജീവനുണ്ട്, അല്ലെങ്കിൽ ചലനമുണ്ട്, അല്ലെങ്കിൽ അതാരെയോ അനുസരിക്കുന്നുണ്ട്. ഇതാണ് ശാന്തനു മഹാരാജാവിന് വേദവ്യാസം കൊടുത്ത അറിവിൻ്റെ പൊരുള് എന്ന് പറയുന്നത്.
ഈ അറിവാണ് നമ്മുടെ കാലഘട്ടത്തിന് നഷ്ടപ്പെടാൻ പാടില്ലാത്തത്. എല്ലാം മനുഷ്യജീവൻ്റെ ഉന്മൂലനത്തെ ലക്ഷ്യമാക്കിയാകരുത്. എല്ലാം മനുഷ്യജീവൻ്റെ വളർച്ചയെ നിലനിർത്തിയായിരിക്കണം. കാരണം മനുഷ്യജീവനോളം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയോളം ആഴത്തിലേക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അറിവായിരിക്കണം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. മനുഷ്യജീവനും മനുഷ്യജീവിതത്തിൻ്റെ മഹത്വത്തിനും വില കൽപ്പിക്കാത്ത ഒരു മതസാഹിത്യബോധവും ഈ ലോകത്തുണ്ടാകാൻ പാടില്ല. കാരണം മനുഷ്യനെ ബഹുമാനിക്കാൻ പറ്റാത്ത ലോകസൃഷ്ടാവായ ദൈവത്തിൻ്റെ അഭൗമ സൃഷ്ടിയായ മനുഷ്യവംശത്തെ അല്ലെങ്കിൽ മനുഷ്യകുലത്തെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ബഹുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ബഹുമാനിക്കാതിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തെയാണ്. അതുകൊണ്ട് ഏത് ഗ്രന്ഥമായിക്കോട്ടെ, ഏത് സാഹിത്യമായിക്കോട്ടെ, അതെല്ലാം മാനവികതയിൽ ഊന്നി നിൽക്കണം. അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി അല്ലെ മാനവികത എന്ന് പറയുന്നതായിരിക്കണം ലോകത്തിൻ്റെ അടിസ്ഥാന ആശയം. മനുഷ്യനെ വളർത്താനും മനുഷ്യനെ ഉയർത്താനും മാനവ ചരിത്രത്തെ വീണ്ടും ഉന്നമനത്തിലേക്ക് എത്തിക്കാനും പറ്റുന്ന ഒരു സയൻറ്റിഫിക്കൽ ശാഖയ്ക്കായിരിക്കണം നമ്മൾ എന്നും പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് മാനവകുലത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എല്ലാ അറിവിനും കഴിവിനും ശേഷിക്കും സയൻസിനും നമ്മൾ പരിധി നിശ്ചയിക്കണം. ഇതാണ് വേദത്തിൻ്റെ ഉപകർത്താവായ വേദവ്യാസൻ തൻ്റെ അറിവിൻ്റെ പൊരുളായിട്ട് ലോകത്തിന് നൽകിയ ഉപദേശം. ഈ ഉപദേശം അന്നും പ്രശസ്തമാണ്, ഇന്നും പ്രശസ്തമാണ്.